കേരളത്തിൻ്റെ സംരംഭക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയാക്കുന്ന വളരെ സുപ്രധാനമായ ചട്ടഭേദഗതികൾ ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ഈ പത്രസമ്മേളനത്തിന് മുമ്പായി തന്നെ 2025 കേരള പഞ്ചായത്ത് രാജ് സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകൽ ചട്ടങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ന് നോട്ടിഫൈ ചെയ്തു. ഇത് ഈ 2025 ഫെബ്രുവരി 20 പ്രഖ്യാപിച്ചതാണ്. ഈ ഭേദഗതികൾ കൊണ്ടുവരും എന്നത് 21-22 തീയതികളിലാണ് ഇവിടെ ഇൻവെസ്റ്റർ മീറ്റ് നടന്നത്. അതിൻ്റെ തലേ ദിവസം പ്രഖ്യാപിച്ച കാര്യമാണ്. 6 മാസം തികയുന്നതിന് മുമ്പ് ഈ സങ്കീർണമായ പ്രക്രിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൂർത്തിയാക്കി. ഇന്ന് ചട്ടഭേദഗതിയല്ല, പുതിയ ചട്ടങ്ങൾ തന്നെ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുന്ന നടപടികൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇന്നിപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഈ ചട്ടം. കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കുന്ന ഒരു ചുവടുവെപ്പ് ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ചരിത്രപരമായൊരു ചുവടുവെപ്പാണ്. ഇതിൻ്റെ തുടർച്ചയായി ഇതിപ്പോൾ പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിലാണ് കൂട്ടിച്ചേർക്കൽ വന്നിട്ടുള്ളത്, പുതിയ ചട്ടം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയായി നഗരസഭകളിലും ചട്ടങ്ങൾ പരിഷ്കരിച്ച് വൈകാതെ തന്നെ നോട്ടിഫൈ ചെയ്യുന്നതാണ്. കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ സർക്കാർ നൽകിയത് വ്യവസായ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ ഉയർന്നു വന്ന പരാതികൾ, നിർദ്ദേശങ്ങൾ, ഞാൻ തന്നെ നടത്തിയ തദ്ദേശ അദാലത്തുകളുണ്ട് 14 ജില്ലകളിലും 3 കോർപ്പറേഷനുകളിലും. ആ അദാലത്തുകളിൽ ഉയർന്നു വന്ന പരാതികൾ, ഞങ്ങളുടെ മുമ്പിൽ വന്ന പ്രശ്നങ്ങൾ, അത് പരിഗണിച്ചിട്ടുണ്ട്. അതിനു പുറമെ നിക്ഷേപക സംഗമത്തിൽ നിക്ഷേപകർ ഉയർത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ ചട്ടമാണ് ഇന്ന് നിലവിൽ വരുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ വിപുലമായ ഒരു കൺസൾട്ടേഷന് ശേഷമുള്ളതാണ് ഈ പുതിയ ചട്ടങ്ങൾ എന്ന് നമുക്ക് പറയാം. സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ വലിയ സ്കെയിലിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മേഖലയിലെ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാർ ഇതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഈ ചട്ടഭേദഗതി നിശ്ചിത സമയത്തിനകം സമയബന്ധിതമായി തയ്യാറാക്കാൻ പരിശ്രമിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്ലാനിംഗ് ബോർഡ് എന്നിവരെയെല്ലാം അഭിനന്ദിക്കുകയാണ്. 2016-21 കാലത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സമയത്താണ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ട് മുഖേന പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങളിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് കുറേ ഭേദഗതികൾ കൊണ്ടുവന്നത്. ലൈസൻസ് വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ പഞ്ചായത്ത് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു. തുടർന്നുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പല തവണകളിലായി ഈ സർക്കാരിന്റെ കാലത്ത് സംരംഭക സൗഹൃദ നടപടികളുടെ ഭാഗമായി നടപടിക്രമങ്ങൾ ഏറെ ലളിതവും പ്രായോഗികവുമാക്കി മാറ്റി. 2024 മാത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായി 47 പരിഷ്കരണ നടപടികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കി. ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും കൊണ്ടുവന്ന ഈ പരിഷ്കരണ നടപടികൾ
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളത്തെ ടോപ്പ് അച്ചീവർ പദവിയിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ഇതാണ്. മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും സേവന പ്രദാനത്തിന്റെ ഗുണമേന്മയിൽ കേരളം ആ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി. നമ്മൾ 2024 ജനുവരി 1 മുതൽ മുനിസിപ്പാലിറ്റികളിലെ എല്ലാ സേവനങ്ങളും കെ സ്മാർട്ട് വഴി ഓൺലൈനാക്കി മാറ്റി. 2025 ഏപ്രിൽ മുതൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെ എല്ലാ സേവനങ്ങളും അതുപോലെ കെ സ്മാർട്ട് വഴി ഓൺലൈനാക്കി മാറ്റി. അക്ഷരാർത്ഥത്തിൽ സേവനങ്ങൾ വിരൽ തുമ്പിൽ എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല. കേരളത്തെ സംബന്ധിച്ച് വിരൽ തുമ്പിലാണ്. കെ സ്മാർട്ട് നമ്മൾ ആവിഷ്കരിച്ചത് മുതൽ വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നു. കെ സ്മാർട്ടിൽ തന്നെ അത് നമ്മൾ ഉൾച്ചേർത്തു. സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഡാഷ്ബോർഡ്, സിറ്റിസൺ പോർട്ടലുകൾ അടക്കം പരിഷ്കരിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് പിന്നീട് 60% വരെ കുറവ് വരുത്തി. പഞ്ചായത്തുകളിൽ നേരത്തെ വിന്യസിച്ചിരുന്ന ILGMS, കെ സ്മാർട്ടിന്റെ പൂർവ്വഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ILGMS, പിന്നെ കെ സ്മാർട്ട്, ഇവയിലൂടെ ഓഫീസിൽ പോവാതെ തന്നെ സേവനം ലഭ്യമാക്കാമെന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ പരിപൂർണമായും ഓഫീസിൽ പോകാതെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സേവനം കെ സ്മാർട്ട് വഴി കിട്ടുമെന്ന സ്ഥിതി വന്നു. ഈ ഗവേണൻസിന്റെ മേഖലയിലുണ്ടായ ഈ കുതിച്ചുചാട്ടം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുകയാണ്. ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ സംരംഭം തുടങ്ങാവുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കിയതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട്.